കുറച്ച് പോയിന്റുകൾ പറഞ്ഞു തരാം. റമദാൻ എത്തും മുമ്പ് ഇനി മരണം വരെയും ഈ ഒരു പോയിന്റുകൾ മുഅ്മിനായ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്റെ ഈ വീഡിയോ എല്ലാ മുസ്ലിമീങ്ങളിലേക്കും ഷെയർ ചെയ്യുക. അത് കാരണമായി ഒരാളെങ്കിലും ഒരു നന്മയെങ്കിലും ജീവിതത്തിലേക്ക് പകർത്തിയാൽ അതിന്റെ പ്രതിഫലം ഷെയർ ചെയ്യുന്നവർക്കെല്ലാം കിട്ടും ഇൻഷാ അല്ലാഹ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ റമദാനിന്റെ മുന്നേ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. റമദാൻ കഴിഞ്ഞാലും അത് നമ്മൾ തുടരുക. 1. ജീവിതത്തിൽ ഒരാളോടും പിണങ്ങില്ല എന്ന ഉറച്ച തീരുമാനം നിശ്ചയിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ആരോടും പിണക്കമോ ദേഷ്യമോ ഇല്ലെന്ന് സ്വയം ഉറപ്പുവരുത്തുക. 2. പതിവായി തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിച്ചാൽ നമുക്ക് മനസ്സമാധാനവും നമ്മുടെ ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും. തഹജ്ജുദ് പതിവാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ സ്വർഗ്ഗത്തിൽ പോവാൻ അതൊരു കാരണമാവും. 3. രാത്രിയിലെ അവസാന നമസ്കാരം വിതറാവാൻ സഹോദരി സഹോദരന്മാർ ശ്രദ്ധിക്കുക. 4. 5 നേരത്തെ നിസ്കാരം ഖളാ ആക്കാതെ അതിന്റെ പൂർണ്ണതയോടുകൂടി നിസ്കരിക്കുക. 5. 4 റക്അത്ത് ദുഹാ നമസ്കാരം പതിവാക്കുക. സ്വർഗത്തിലെ ഭവനം നിർമ്മിക്കപ്പെടും ദുഹാ നിസ്കരിച്ചാല്. 6. ഫർള് നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരം നിലനിർത്താൻ ശ്രമിക്കുക. ഇത് നമുക്ക് സ്വർഗത്തിൽ വീട് ലഭിക്കാൻ കാരണമാണ്. 7. ആരോടും കളവ് പറയില്ലെന്ന് ദൃഢനിശ്ചയം എടുക്കുക. 8. വാക്കു കൊടുത്താൽ നിർബന്ധമായും അത് പാലിക്കുക. 9. സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഓർമ്മകൾ കൈവിടരുത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് ഇങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് പറയാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ജീവിതം വിജയകരത്തിലേക്ക് എത്തിക്കും. 10. അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളിൽ നന്നായി ക്ഷമിക്കുക. ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. 11. എപ്പോഴും ശുദ്ധി ഉണ്ടാവുക. കഴിയുന്നതും വുളുഇൽ തന്നെയാവുക. ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ്. 12. രാത്രിയുടെ തുടക്കവും ഒടുക്കവും ഖുർആൻ പാരായണം ഉണ്ടാവുക. 13. ദിവസേന ചെയ്യുന്ന ജോലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ടുവരിക. 14. ഭക്ഷണം കഴിക്കുമ്പോഴും ബാത്റൂമിൽ പ്രവേശിക്കുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നല്ല കാര്യങ്ങളുടെ തുടക്കത്തിലും ദിക്ർ ചൊല്ലുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. 15. ഉറക്കവും ഇബാദത്താണ്. ഉറക്കത്തിന്റെ അദബുകൾ പാലിച്ചുകൊണ്ട് ഉറങ്ങുക. ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദിക്റും ദുആയും ചൊല്ലുക. 16. ഉറങ്ങാൻ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കുക. ഒരു ദിവസം 7 പ്രാവശ്യമെങ്കിലും മരണത്തെക്കുറിച്ച് ഓർക്കണം എന്നാണ്. 17. രാവിലെയും വൈകുന്നേരവും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. 18. ആരോടും അസൂയപ്പെടരുത്. എപ്പോഴും നമുക്ക് താഴെയുള്ളവരിലേക്ക് മാത്രം നോക്കുക. 19. നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് എപ്പോഴും അൽഹംദുലില്ലാഹ് പറയുക. 20. ബാങ്കിനെ അവഗണിക്കരുത്. ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ബാങ്കിന് മറുപടി കൊടുക്കുക. ശേഷമുള്ള ദുആ ചൊല്ലാൻ മറക്കല്ലേ. റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കാൻ അത് കാരണമാകും. 21. പൂർണ്ണമായ വുളു എടുക്കുക. ശേഷം ദുആയും ആയത്തുൽ കുർസിയും ഓതുക. 22. ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളു ചെയ്യുക. 23. സമയം കിട്ടുമ്പോൾ നമ്മുടെ റസൂലിന്റെ പേരിൽ സലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുക. ഒരു സലാത്തിന് 10 നന്മ രേഖപ്പെടുത്തും. 24. സങ്കടങ്ങൾ വന്നാൽ നിരാശപ്പെടരുത്. എല്ലാം എന്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ എന്ന് ആശ്വസിക്കുക. എല്ലാ വിഷമതകളും അവനിലേക്ക് ഏൽപ്പിക്കുക. തവക്കൽതു അലല്ലാഹ്. 25. മുസ്ലിമീങ്ങൾ പരസ്പരം സലാം പറയുക. അത് ഫർളിനേക്കാൾ കൂലി കിട്ടുന്ന സുന്നത്താണ്. 24. രോഗിയെ സന്ദർശിക്കുക, ആശ്വസിപ്പിക്കുക. 27. കുഞ്ഞു മക്കളെ ഖുർആൻ പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പഠിപ്പിക്കുക. 28. വീട്ടുകാരോടും നാട്ടുകാരോടും സമൂഹത്തോടുമെല്ലാം നല്ല രീതിയിൽ പെരുമാറുക. 29. അയൽക്കാരനോട് നല്ല രീതിയിൽ പെരുമാറ്റം കാഴ്ചവെക്കുക. 30. ധാരാളം മതപ്രഭാഷണങ്ങൾ കേൾക്കുക. അത് മനസ്സിൽ പരിവർത്തനം വരുത്തും, നന്മയിലേക്ക് നയിക്കാൻ കാരണമാകും. 31. എല്ലാവരെ പറ്റിയും നല്ല മാത്രം പറയുക, ചിന്തിക്കുകയും ചെയ്യുക. എത്ര മോശപ്പെട്ടവരിലും നന്മയുണ്ട്, ആ നന്മയിലേക്ക് മാത്രം നോക്കുക. 32. നാം മറ്റുള്ളവർക്ക് ചെയ്ത ഉപകാരവും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഉപദ്രവവും മറക്കുക. 33. എപ്പോഴും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടല്ലോ എന്ന ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. 34. മുഖത്ത് എപ്പോഴും പുഞ്ചിരി വിരിയിക്കുക. കൂട്ടുകാരെ, ഈ ഒരു വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കണ്ട് ഓരോ പോയിന്റുകളും ഓർമ്മിച്ചെടുത്ത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക. എന്നും സ്വയം വിലയിരുത്തുക, മറ്റുള്ളവർക്ക് മാതൃകയാവുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി
എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.